ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യു ജി സി ആക്ട്, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ, അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, ഇതിനെ പറ്റിയിട്ടൊക്കെ അതിൻ്റെ റെക്കമെൻഡേഷനെ പറ്റിയിട്ടൊക്കെ നിരവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചോദ്യങ്ങൾ വരുന്ന രീതി നമ്മളൊരു കുറച്ച് പ്രാക്ടീസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, which commission mentioned that if we exclude spiritual training in our institution, we would be untrue to our whole historical development? അപ്പോൾ സ്പിരിച്വൽ ട്രെയിനിങ് ഇല്ലെങ്കിൽ, ഇഫ് വി എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ പറഞ്ഞ കമ്മീഷൻ ഏതാ എന്നുള്ളതാണ് ചോദ്യം. ആൻസർ 1948 നവംബർ 4 അപ്പോയിൻ്റ് ചെയ്ത് 1949 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ച രാധാകൃഷ്ണൻ കമ്മീഷനിലെ ഒരു റെക്കമെൻഡേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു കമ്മീഷൻ ആരാണിത് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പോൾ നമുക്കറിയാം, ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അല്ലെങ്കിൽ അതിനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയാം അല്ലേ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് രാധാകൃഷ്ണൻ എന്നായിരുന്നു 4 നവംബർ 1948. ക്ലിയർ അല്ലേ? ദ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെയോ തന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെയും റെക്കമെൻഡേഷൻ മുഖാന്തരമാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനൊരു യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് പഠിക്കാനും അതിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത്. ദ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഗോ ഇൻ ടു ദ പ്രോബ്ലം ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ടു സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് എക്സ്റ്റൻഷൻ ദാറ്റ് മൈറ്റ് ബി കൺസിഡേർഡ് ഡിസൈറബിൾ ടു സ്യൂട്ട് ദി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. അപ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ദ ഗോൾ വാസ് ടു ഇൻറ്റഗ്രേറ്റ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗോള്? ദ ഗോൾ വാസ് ടു ഇൻറ്റഗ്രേറ്റ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ദ കമ്മീഷൻ even mentioned that if we exclude spiritual training in our institution, we would be untrue to our whole historical development. But the university has to educate the mind and soul of the students in order that they may grow in wisdom. അപ്പോൾ ഇത് പഠിപ്പിക്കണം, അങ്ങനെ ഒരു സ്പിരിച്വൽ ട്രെയിനിങ് മസ്റ്റാണ്. ഇതിൽ മാത്രമേ ദ യൂണിവേഴ്സിറ്റി ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മൈൻഡ് ആൻഡ് സോൾ ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇൻ ഓർഡർ ദാറ്റ് ദേ ഹാവ് ഗ്രോ വിസ്ഡം. അവരൊരു വിസ്ഡത്തോടു കൂടി വളരണമെങ്കിൽ ഇങ്ങനെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ വേണം. ഇത് റെക്കമെൻഡ് ചെയ്ത ആരാണ്? ഈ റെക്കമെൻഡേഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ്. ക്ലിയർ ആണ്. അപ്പോൾ ചോദ്യം, ഇഫ് എക്സ്ക്ലൂഡ് സ്പിരിച്വൽ ട്രെയിനിങ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ, വി വുഡ് ബി അൺട്രൂ ടു അവർ ഹോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഒരു പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോയിൻറ്റ് 1948 നവംബർ 4 അത് റിപ്പോർട്ട് സമർപ്പിച്ച് 1949 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ക്ലിയർ ആണ്. അടുത്ത്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948? നമുക്കറിയാം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് എന്നാണ് ഫോം ചെയ്തത്. 1948 നവംബർ 4 അതായത് അത് റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇൻ്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എക്സാമിനേഷനും അതുപോലെ തന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെയും ഒരു നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണമെന്ന് നിർദ്ദേശിച്ചത്. അതിൽ 10 അംഗ കമ്മീഷനായിരുന്നു. അതിൽ ലക്ഷ്മി സ്വാമി മുതലിയാർ ഒരംഗമായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന. അപ്പോൾ ഇതിന് ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ക്ലിയർ. അടുത്ത്, which committee or commission stressing upon women's education stated that women's and men's education should have many elements in common but should not be in general identical in all respects as is usually the case study? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ വുമൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തതും ആര് തന്നെയാണ്? ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. നമുക്കറിയാം, രാധാകൃഷ്ണൻ കമ്മീഷനെ പോപ്പുലർലി അറിയപ്പെടുന്ന പേരെന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. November 4, 1948 the government had established committees to enhance the standard of instructions providing to students at various level. ശരിയല്ലേ? The government had established committees, ഒരുപാട് committees to enhance the standard of instruction to provide students at various level. പല തലത്തിലുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കമ്മിറ്റികളെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെന്താണ്? UGC's ലെവൽ ഓഫ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? വുമൻസ് ആൻഡ് മെൻസ് എഡ്യൂക്കേഷൻ ഷുഡ് ഹാവ് മെനി എലമെൻറ്റ്സ് ഇൻ കോമൺ ബട്ട് ഷുഡ് നോട്ട് ബി ഇൻ ജനറൽ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ് ആസ് ഈസ് യൂഷ്വൽ ദ കേസ് സ്റ്റഡി. ദർ ഷുഡ് ബി no curtailment in educational opportunities for women but rather a great increase. Equality for men and women in co-educational institutions should be there. Women should generally be assisted in understanding their normal place in society as civility and social responsibility. അപ്പോൾ വുമൺ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നൊരു കമ്മീഷനാണ് ഇത് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ആ ഒരു ചോദ്യം
രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയറാണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ്മെൻറ്റ് 1. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? The recommendation of the Radhakrishnan Commission in 1949 resembled those of Calcutta University Commission 1917. Statement 2. The recommendations of the Mudaliar Commission 1953 resemble those of John Surgeon's post-war educational development plan in 1944. In light of the above statement, choose the most appropriate answer from the given below. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? both statement 1 and 2 correct, both statement 1 and 2 are incorrect, both statement 1 and 1 is correct, statement 2 is incorrect, statement 1 correct, statement 2 incorrect. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1948 നവംബർ 4 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കീഴിൽ വരുമ്പോൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മാർഗ്ഗനിർദ്ദേശങ്ങൾ പഠിക്കാനും നമ്മുടെ ഒരു ഹയർ എഡ്യൂക്കേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തത്. ഇതേ രീതിയിൽ 1917 സാഡ്ലർ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് പഠിക്കാനും അതിന് വേണ്ട റെക്കമെൻഡേഷൻ കൊടുക്കാനാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇന്ത്യയിൽ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്പോയിൻ്റ് സമയത്തും അദ്ദേഹവും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങൾ പഠിക്കാനും അതിന് റെക്കമെൻഡേഷൻ കൊടുക്കാനാണ് ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്? റെക്കമെൻഡേഷൻ ഓഫ് ദ മുതലിയാർ കമ്മീഷൻ 1950. നമുക്കറിയാം മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത് ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അദ്ദേഹവും ഈ രാധാകൃഷ്ണൻ കമ്മീഷനിൽ ഒരു അംഗമായിരുന്നു, 10 അംഗ കമ്മീഷനിൽ ഒരു അംഗമായിരുന്നു അല്ലേ. ഈ ലക്ഷ്മണ സ്വാമി മുതലിയാറും അതിൽ അംഗമായിരുന്നു. ഈ ലക്ഷ്മി സ്വാമി മുതലിയാർ സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം 1952 അല്ലേ, 1952 23 സെപ്റ്റംബർ 1952 ഈ കമ്മീഷൻ ഫോം ചെയ്തത്. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എപ്പോഴാണ്? 1953 ഓഗസ്റ്റ് മാസം 29 ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്താണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം 27 വർഷക്കാലം എവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അതുപോലെ തന്നെ മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തൊരു ഒരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ ഒരു ലക്ഷ്മണ സ്വാമി മുതലിയാർ എന്ന് പറയുന്നത്. ആ മുതലിയാർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മുതലിയാർ കമ്മീഷൻ റിസംബിൾസ് ദോസ് ഓഫ് ജോൺ സർജൻസ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇൻ 1944. അപ്പോൾ അത് കറക്റ്റാണ്. ആ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഈ എന്താണ് രാധാകൃഷ്ണ കമ്മീഷൻ, എന്താണ് മുതലിയാർ കമ്മീഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ഓഫ് 1948 മെയ്ഡ് certain valuable recommendations to shape higher or university education in post-independent India. It emphasized on the professional or skill education as well as the education to empower women. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞു വുമൺ എഡ്യൂക്കേഷനെ കുറിച്ച് അതിനെ എംപവർ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തൊരു കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി രാധാകൃഷ്ണൻ കമ്മീഷൻ 1949 resemble those of കൽക്കട്ട യൂണിവേഴ്സിറ്റി in 1917. അപ്പോൾ 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയാണ് മിസ്റ്റർ മൈക്കൽ സാഡ്ലർ എന്ന് പറയുന്നത്. അദ്ദേഹം വൈസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? മിസ്റ്റർ മൈക്കൽ സാഡ്ലർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രോബ്ലംസ് പഠിക്കാനും അത് അഡ്രസ്സ് ചെയ്യാനും അതിൻ്റെ അത് സോൾവ് ചെയ്യാനും വേണ്ടി വന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷനുമായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, in 1917 the Calcutta University was appointed by the government of India under the chairmanship of Michael Sadler. അപ്പോൾ ആരാ അപ്പോയിൻറ്റ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. മിസ്റ്റർ മൈക്കൽ സാഡ്ലർ, ദ വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്. സോ ഇറ്റ് വാസ് പോപ്പുലർലി നോൺ ആസ് ദ സാഡ്ലർ കമ്മീഷൻ. നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, PSCയിൽ പഠിക്കാനുണ്ട് സാഡ്ലർ കമ്മീഷൻ എന്നാണ്. 1917 എന്തിനാ സാഡ്ലർ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അന്ന് അദ്ദേഹം ആ കൽക്കട്ട യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് പഠിച്ച് റെക്കമെൻഡ് ചെയ്തത് 1948 നവംബർ 4 അപ്പോയിൻറ്റ് ചെയ്ത 1949 നവംബർ ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ച രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. സാമ്യമുണ്ട്. അപ്പോൾ ദിസ് കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ടു റിഫോം കൽക്കട്ട യൂണിവേഴ്സിറ്റി. ഈ സാഡ്ലർ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിനെ റിഫോംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്തത്. ആൾദോ ഇറ്റ് ഡെൽറ്റ് വിത്ത് ദി കൽക്കട്ട യൂണിവേഴ്സിറ്റി ഓൺലി, ദ പ്രോബ്ലംസ് ഇറ്റ് ഹാഡ് സ്റ്റഡീഡ് വേർ മോർ ഓർ ലെസ് കോമൺ ടു അതർ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അദ്ദേഹം ഈ സാഡ്ലർ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മാത്രം പഠിച്ചുവെങ്കിലും ആ പ്രോബ്ലംസ് മറ്റുള്ള യൂണിവേഴ്സിറ്റിക്കൊക്കെ ബാധകമാണ്, കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ 1917 സാഡ്ലർ കമ്മീഷൻ ആരുമായി റിസംബിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമായി റിസംബിളൻസ് ഉണ്ട്? നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസുമായിട്ട് റിസംബിളൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. ഇനി അതുപോലെ തന്നെ 1953 മുതലിയാർ കമ്മീഷൻ 1952 സെപ്റ്റംബർ 23 അപ്പോയിൻറ്റ് ചെയ്ത 1953 ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 റിപ്പോർട്ട് സമർപ്പിച്ച മുതലിയാർ കമ്മീഷൻ നമ്മുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് 27 കൊല്ലക്കാലം മദ്രാസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അതുപോലെ തന്നെ മദ്രാസ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാറായിരുന്നു ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ
സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ മുതലിയാർ കമ്മീഷൻ 1953 എയിംഡ് ടു സ്റ്റഡി എന്തിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത്? കരിക്കുലം ആൻഡ് ടീച്ചിങ് സ്റ്റാൻഡേർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, എവറി പ്രൊവിൻസസ് ഇൻ ഇന്ത്യ, സർവീസ് കണ്ടീഷൻസ് ഓഫ് ദ സെക്കൻഡറി സ്കൂൾ, ടീച്ചേഴ്സ് കണ്ടീഷൻ, സെക്കൻഡറി സ്കൂൾ ഇൻ എവറി പ്രൊവിൻസ് ആൻഡ് എക്സാമിനേഷൻ സിസ്റ്റം ഓഫ് സെക്കൻഡറി ലെവൽ, ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ സെക്കൻഡറി തലത്തിലുള്ള സമസ്ത കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡറി കമ്മീഷൻ എന്താണ്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്താണ്, കൊത്താരി കമ്മീഷൻ എന്താണ്, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ്, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എ സെൻട്രൽ ഗോൾ ഓഫ് ദി സർജൻറ്റ്. ഓക്കെ, ഇനി സർജൻറ്റ് സ്കീം വാസ് ദ എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ സർജൻറ്റ് റിപ്പോർട്ടുമായി സാമ്യമുണ്ട് എന്നാണ് പറഞ്ഞത്, ആരുടെ? മുതലിയാർ കമ്മീഷൻ്റെ. അപ്പോൾ എന്താണ് സർജൻറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? സർജൻറ്റ് സ്കീം വാസ് ദ എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ, പുതുതായിട്ട് ഒന്നുകൂടിയും എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക ഇന്ത്യനെ, എഡ്യൂക്കേഷണലി ഡെവലപ്പിംഗ് ഇന്ത്യ. ഓക്കെ, ഇറ്റ് റെക്കമെൻഡ് ദാറ്റ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇന്ത്യൻ ചിൽഡ്രൻസ് 6 to 11 ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻ 6 to 11 വരുന്ന ആ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസമായിരുന്നു ഇവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ. ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി മുതലിയാർ കമ്മീഷൻ ഇൻ 1953 റിസംബിൾസ് ദോസ് ജോൺ സർജൻസ് പോസ്റ്റ് വാർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ 1944. അപ്പോൾ 1944 ഈ ഒരു ജോൺ സർജൻറ്റിൻ്റെ ആ ഒരു റിപ്പോർട്ടിനോട് സാദൃശ്യം പുലർത്തുന്നതാണ് മുതലിയാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് 1953 എന്നാണ് പറയുന്നത്. സർജൻ റിപ്പോർട്ട് ബൈ ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ 1944 suggested children with disabilities should be entirely mainstreamed rather than debating the validity of inclusion. The surgeon report stated that it was the only way to provide an education. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഷുഡ് ബി എൻറ്റയർലി മെയിൻ സ്ട്രീംഡ്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ സർജൻ റിപ്പോർട്ട് 1944 അപ്പോൾ അത് ആരോട് സാദൃശ്യമുണ്ട്? ഈ ഒരു ലക്ഷ്മണസ്വാമി മുതലിയാറിൻ്റെ റിപ്പോർട്ടുമായി സാദൃശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് ഈ ഒരു വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഒരു പ്രാക്ടീസ് ചോദ്യങ്ങളാണ്. കൂടുതൽ ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.